മക്കളെ, ഇന്ന് നമ്മൾ ഈ കാണുന്ന ചിത്രം ഇതിനെന്താണ് ഹിന്ദിയിൽ പറയുക? അതിൽ നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, സൂര്യനുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട് അല്ലേ? പിന്നെന്താ താഴെ തത്തമ്മയുണ്ട്. ഇതിൻ്റെയൊക്കെ ഹിന്ദി എന്താണ്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ഇവിടെ എന്താണുള്ളത്? മരങ്ങളുണ്ട് അല്ലേ? മരങ്ങൾക്ക് എന്താണ് പറയുക? മരത്തിന് എന്താണ് പറയുക ഹിന്ദിയിൽ? പേട് എന്നാണ് മരത്തിന് പറയുന്നത്. എന്താണ് പറയുന്നത്? പേട്. പാ പാ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പാ. പിന്നെ ഏച്ചിനെ നമ്മൾ പഠിച്ചതാണ് പേ. പിന്നെ എന്താണ്? ഡ്, പേട്, ഡാ ഡാ, പേട്. ഓക്കെ, എന്താണിത്? പേട് എന്നാണ് വായിക്കുന്നത്. മരത്തിന് എന്താ പറയുന്നത്? പേട് എന്ന് പറയും. ഇത് മലകളാണ് അല്ലേ? മലയ്ക്ക് എന്താണ് പറയുക? പർവ്വതത്തിന് പറയുന്ന പേരെന്താണ്? പഹാഡ്. പഹാഡ് പറഞ്ഞ എന്താണ്? പർവ്വതം. പഹാഡ്. പ എന്ന അക്ഷരം നമ്മൾ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. പ. പിന്നെ അടുത്തത് ഹ. ഹ എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ എസ് ഇടുന്നത് പോലെ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വളച്ച് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇനി ഹാ, പഹാ. ഇനി ഇടാം പഹാഡ്, പഹാഡ്. ഓക്കെ, പഹാഡ്. ഇങ്ങനെയാണ് പഹാഡ് എന്ന് എഴുതുന്നത്. ഇനി അടുത്തത് എന്താണ് ഇവിടെ കാണുന്ന ചിത്രം? സൂര്യനാണ് അല്ലേ? സൂര്യൻ. അപ്പൊ നമ്മൾ സൂര്യന് ഹിന്ദിയിൽ എന്താ പറയുക? സൂരജ്. സൂരജ്. അപ്പൊ സ എന്നെങ്ങനെ എഴുതേണ്ടത്? ഇതാണ് സ. ഓക്കെ, ഇങ്ങനെയാണ് സ എന്ന് എഴുതുന്നത്. സ അങ്ങനെ വരച്ചിട്ട് അങ്ങനെ വരയ്ക്കട്ടോ. സ. പിന്നെ ഊ ചിഹ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഊ ചിഹ്നവും ഊ എന്ന ചിഹ്നവും നമ്മൾ പഠിച്ചില്ലേ? ധൂപ് ആകെ ഈ എന്നുള്ളതിൽ. അതുപോലെ ഊ ചിഹ്നത ഇങ്ങനെ തിരിച്ചിടാം. ഊ, സൂ. അങ്ങനെയാണ് ഊ എന്ന് എഴുതുക. സൂ. ഇനി ര. ഈ ര എന്ന അക്ഷരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന അക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മറന്നു പോവാത്ത രീതിയിൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ അക്ഷരം കണ്ടു കഴിഞ്ഞാലും ഇത് ഇന്ന അക്ഷരമാണ് എന്ന് പറയാൻ പറ്റണം. അങ്ങനത്തെ രീതിയിൽ പഠിച്ചു വെച്ചാൽ പിന്നെ ബാക്കി നിങ്ങൾ പഠിക്കാത്ത അക്ഷരങ്ങളെ നിങ്ങൾക്ക് പഠിക്കാണ്ടാവുള്ളൂ. ഓക്കെ, മറന്നു പോവാതെ ഒരു ദിവസം ഒരക്ഷരമാണെങ്കിൽ ഒരക്ഷരം പഠിച്ചു വെക്കുക. അടുത്തത് ജ. സൂരജ്. സൂരജ്. എന്താണ്? സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂരജ്, സൂര്യൻ. ഇവിടേക്കുള്ള ഈ വര നമ്മൾ എഴുതുമ്പോൾ വന്നതാണ് കേട്ടോ. അതൊറ്റ വരയേ ഉള്ളൂ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒറ്റ വരയാണ്. ഇങ്ങനെ നമുക്കൂടെ അങ്ങനെ ഒറ്റ വര. ഓക്കെ, സൂരജ്. സൂരജ് പറഞ്ഞാൽ സൂര്യൻ. അപ്പം നമ്മൾ എന്തൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? പ, ഹ, പിന്നെ ഡാ പഠിച്ചു അല്ലേ? ഇവിടെയും പായും ഡായും. പിന്നെ സൂ, ര, ജ. സൂരജ്. സൂരജ്. ഇത് ജ എന്നാണ് വായിക്കുന്നത്. സൂരജ്. ലാസ്റ്റ് പറഞ്ഞതാണ് ജ എന്ന അക്ഷരത്തിന് ദീർഘമൊന്നുമില്ല, ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ ഈ ചിഹ്നം ജ് എന്ന് പറയും. സൂരജ്. ഡാക്കി അതുപോലെ ഡ്, പേട്. ഓക്കെ, ഇനി അടുത്തത് തരാൻ പോകുന്നത് എന്താണ്? ഗുലാബ്. ഗുലാബ് പറഞ്ഞാൽ എന്താ? റോസാപ്പൂ അല്ലേ? റോസാപ്പൂ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവും അല്ലേ? നല്ല മനോഹരമായ പൂവാണ് റോസാപ്പൂ. ആ റോസാപ്പൂവിന് പറയുന്ന പേരെന്താണ്? ഗുലാബ്. ഗു, ഗ. ഇത് ഗ എന്ന അക്ഷരം ഗാക്കി ഊച്ചിനിട്ടു ഗു. അടുത്തതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ല എന്ന അക്ഷരം. അങ്ങനെ മലയാളത്തിൽ ഞാ ഇടുന്നത് പോലെ ഇടുക. നേരെ അങ്ങോട്ട് വരയ്ക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെ നേരെ ഒരു വരയും കൂടെ കൊടുത്താൽ ലാന്നായി. ഓക്കെ, ഗുലാ. ഇനി ബ. ബലൂണിൻ്റെ ബ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ആ ബ തന്നെയാണ് എഴുതേണ്ടത്. ഗുലാബ്. ഇങ്ങനെ വരയ്ക്കുക. പിന്നെന്താണ്? ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരച്ചിട്ട് അതിനുള്ളിലാണ് നമ്മൾ പിന്നെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഗുലാബ്. ഇതാണ് എന്ത് വായിക്കുന്നത്? ഗുലാബ് എന്ന് വായിക്കുന്നത്. ഗുലാബ്. ഗുലാബ്. ഗുലാബ് പറഞ്ഞ എന്താണ്? റോസാപ്പൂ. റോസാപ്പൂവിനെയാണ് ഗുലാബ് എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ അടുത്തത് എന്താണ്? പൂമ്പാറ്റ അല്ലേ? ആയ് എന്ത് ഭംഗിയാണ്. പൂമ്പാറ്റയ്ക്ക് എന്താ പറയാ? തിത്തലി. എന്താ പറയുന്നത്? തിത്തലി. അപ്പൊ ആദ്യം നമുക്ക് ഈ ചിഹ്നം ഇടാം. ഈന്റെ ചിഹ്നമാണിത്. ഈ എന്നതിന്റെ ചിഹ്നമല്ല, ഈ എന്ന ചിഹ്നം. അപ്പൊ അടുത്തതായിട്ട് അക്ഷരം എഴുതണം. അപ്പോഴാണ് എന്തായത്? തീ എന്നായത്. തീ എന്നിങ്ങനെയാണ് എഴുതട്ടോ. ആദ്യം തന്നെ അങ്ങനെ ഒന്നുപോലെ വരയ്ക്കുക. പിന്നെ നേരെ അപ്പുറത്തേക്ക് എടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് പോവുക, നേരെ താഴോട്ട് തന്നെ വരിക. ഈ ചിഹ്നിട്ട് ഇനിയും ഒരു തായും കൂടെ എഴുതാം. തിത്തലി എന്നാണല്ലോ. ഇനി ഒരു തായും കൂടെ അങ്ങനെ വരയ്ക്കുക. നേരെ വരച്ചിട്ട് അതാ കണ്ടോ? അങ്ങനെയാണ് എന്ന് എഴുതേണ്ടത്. അടുത്തത് ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. എന്താ ഇങ്ങനെ മലയാളത്തിൽ ന എന്നിടുന്നത് പോലെ ഇടുക, എന്നിട്ട് മുകളിലേക്ക് വരയ്ക്കുക. ഓക്കെ. ഇനി ഈ എന്ന ചിഹ്നം തിത്തലി. എന്താണ് വായിക്കുന്നത്? തിത്തലി എന്നാണിത് വായിക്കുന്നത്. തിത്തലിയാണ്. എവിടെ തിത്തലി? തിത്തലിയുടെ ഇതാണ് തിത്തലി അല്ലേ? തിത്തലി പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്കാണ് എന്ത് പറയുന്നത്? തിത്തലി എന്ന് പറയുന്നത്. റോസാപ്പൂവിന് പറയുന്ന പേരെന്താണ്? ഗുലാബ്. ഓക്കെ. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? തോത്ത പറഞ്ഞ എന്താണ്? തത്തയ്ക്ക് പറയുന്ന പേരാണ് തോത്ത. നമ്മളിപ്പോൾ നേരത്തെ മുകളിൽ എഴുതി പഠിച്ചു താന്നല്ലേ? എന്ന് എഴുതി പഠിച്ചു. എന്ന് എഴുതി പഠിച്ചു. എങ്ങനെയാണ്? എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സോറി, സ്പീഡായപ്പോൾ തെറ്റിപ്പോയില്ലേ? നമുക്ക് സാവധാനം എഴുതാം. അതാ ഇങ്ങനെ ഒന്നുപോലെ വരയ്ക്കാം. എന്നിട്ട് നേരെ അപ്പുറത്തേക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് മുകളിലേക്ക്. ഇനി എന്നാക്കണം. ഇനി ആദ്യം എന്നാക്കുക, മുകളിൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പം അതെന്തായി? എന്നായി. ഇനി ഒരു തായും കൂടെ ഇടാം. ഒരു തായും കൂടെ നമ്മളിവിടെ എഴുതാം. ഒരു തായും കൂടെ എഴുതിയിട്ട് എന്നാണ് അല്ലേ? അപ്പം ഇവിടെ ചിഹ്നം കൊടുത്ത് അപ്പം ഇത് വായിക്കുന്നത് എന്താണ്? തോത്ത പറഞ്ഞ എന്താണ്? തോത്ത പറഞ്ഞ എന്താണ്? തത്തയ്ക്ക് പറയുന്ന പേരാണെന്ത്? തോത്ത. താന്നെഴുതി ഇതവിടെ അങ്ങനെ ചിഹ്നം കൊടുത്ത് എന്ന ചിഹ്നം, പിന്നെ താന്നെഴുതി തത്തയ്ക്ക് പറയുന്ന പേരെന്താണ്? തോത്ത. അപ്പൊ നമുക്ക് ഈ പേരുകളൊക്കെ ഒന്നുകൂടെ നോക്കാം. തത്തയ്ക്ക് എന്താ പറയാ? തോത്ത എന്ന് പറയും. പൂമ്പാറ്റയ്ക്ക് പറയുന്നത് തിത്തലി. റോസാപ്പൂവിന് പറയുന്നത് ഗുലാബ്. സൂര്യൻ സൂരജ്. മരം പേട്. പഹാഡ് പർവ്വതം. ഓക്കെ. അപ്പം അത്രയും പേരുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. നന്നായിട്ട് നോക്കുക, അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഹിന്ദി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും.